ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കൃത്യം 3 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണല്ലോ ഏറ്റവും പുതിയ വമ്പൻ തെലുഗു പാനന്തൻ സിനിമ കൂടെയായ സലാർ. സിനിമയുടെ ബഡ്ജറ്റ് എത്ര, സിനിമ വിജയിക്കാൻ എത്ര കോടി നേടിയെടുക്കണം, സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര, സിനിമയുടെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ എത്ര, ഇപ്പോൾ പുറത്തു വരുന്ന സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് തള്ളാണോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിനെല്ലാമുള്ള ഉത്തരമാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് 295 കോടി 70 ലക്ഷം ഗ്രോസ് കളക്ഷൻ ലോകമെമ്പാട് നിന്നും ഒഫീഷ്യലായിട്ട് നേടിയെടുത്ത സിനിമ. ഇന്ന് പുറത്തു വന്ന ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 402 കോടിയാണ് 3 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുന്നത്. അതായത് ഞായറാഴ്ച ശനിയാഴ്ചയേക്കാൾ വേൾഡ് വൈഡ് കളക്ഷൻ കുറവാണ് എന്നർത്ഥം. ശനിയാഴ്ച വേൾഡ് വൈഡ് കളക്ഷൻ 112 കോടിയായിരുന്നെങ്കിൽ ഇന്നലെ അത് 107 കോടി രൂപയാണ്. എന്തായാലും മികച്ച കളക്ഷൻ ലോകമെമ്പാട് നിന്നും സിനിമ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം നേടിയെടുത്തു എന്ന് തന്നെയാണ് നമുക്കും പറയാനായിട്ടുള്ളത്. എന്നാൽ സലാറിന്റെ ഹോംബാല ഫിലിംസ് പുറത്തുവിടുന്ന ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പോസ്റ്റർ എല്ലാം തന്നെ തള്ളാണ് എന്നാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് പറയുന്നത്. ഏകദേശം 300-350 കോടി റേഞ്ചിലാണ് വിവിധ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ 3 ദിവസത്തെ കളക്ഷനായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നലെ 2 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇതുവരെ കേരളത്തിൽ നിന്നും 9 കോടി 54 ലക്ഷമാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയ്ക്ക് ഞായറാഴ്ച ശനിയാഴ്ചയേക്കാൾ കളക്ഷൻ കുറവായിരുന്നു. അതേസമയം തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ 14 കോടിയാണ് സിനിമയുടെ ഇതുവരെയുള്ള തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ഗോകുല മൂവീസ് വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന സലാർ എന്ന സിനിമ ഭേദപ്പെട്ട തുടക്കം നേടിയെടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരളത്തിലെ മെല്ലെ പോക്ക് അത്ര നല്ല സൂചനയല്ല നൽകുന്നത് എന്നുകൂടി ഇതിനോടകം തന്നെ പുറത്തു വരുന്ന വിവരങ്ങളിലുണ്ട്. അതേസമയം സിനിമയുടെ ബഡ്ജറ്റ് ബ്രേക്ക് ഈവൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ 270 കോടിയോളം രൂപയാണ് സലാറിന്റെ പാർട്ട് 1 സീസ് ഫയറിന് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. ചിത്രത്തിന്റെ ലോകമെമ്പാടുമുള്ള തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് 345 കോടി രൂപയ്ക്കാണ്. 347 കോടി രൂപ ബ്രേക്ക് ഈവൻ ആയിട്ട് കണക്കാക്കുന്ന സിനിമ നിലവിൽ 185 കോടിയാണ് വേൾഡ് വൈഡ് ഷെയർ ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. 347 കോടി സിനിമ ലോകമെമ്പാട് നിന്നും ഷെയർ കളക്ഷനായിട്ട് നേടിയെടുക്കണമെങ്കിൽ അതിന്റെ ഇരട്ടി, അതായത് 700 കോടിയോളം രൂപ ലോകമെമ്പാട് നിന്നും ഫൈനൽ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുക്കണം. അത് നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയൂ. അതേസമയം കേരളത്തിൽ സലാർ എന്ന സിനിമ KGF ചാപ്റ്റർ 2 എന്ന സിനിമയുടെ പോലെ പ്രോഫിറ്റ് ഷെയർ എന്ന രീതിയിലാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ KGF ചാപ്റ്റർ 2 69 കോടി കേരള കളക്ഷൻ നേടിയെടുത്തപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനും ഒപ്പം തന്നെ ഹോംബാല ഫിലിംസിനും വമ്പൻ ലാഭമാണ് കേരളത്തിൽ നിന്നും കൊയ്യാൻ കഴിഞ്ഞത്. എന്നാൽ അതുപോലെ വലിയൊരു ലാഭമൊന്നും തന്നെ സലാർ എന്ന സിനിമയിൽ നിന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ സലാറിന്റെ വരും ദിന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.